Good morning, sir. Welcome to the show. കഴിഞ്ഞ ദിവസം US വിപണിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് നോട്ടിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഡൗ ജോൺസിനെ സംബന്ധിച്ച 1% മുന്നേറ്റത്തിൽ 39,765 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് 2.5% ഒരു മുന്നേറ്റം പ്രകടമാക്കി 17,000 മുകളിൽ ക്ലോസ് ചെയ്യുന്നതിന് നാസ്ഡാക്കിന് സാധിച്ചു. അതോടൊപ്പം തന്നെ S&P 500 1.5% നേട്ടത്തിൽ 5,434 എന്ന റേഞ്ചിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും PPI ഡാറ്റ എസ്റ്റിമേറ്റിനേക്കാളും കുറഞ്ഞ കണക്കുകളാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ CPI ഡാറ്റ വരാനിരിക്കുകയാണ്. അത്തരത്തിൽ മേജർ ഡാറ്റകളൊക്കെ തന്നെ ഓൾമോസ്റ്റ് അനുകൂലമായിട്ട് വരുന്നത് സെപ്റ്റംബറോട് കൂടി തന്നെ റേറ്റ് കട്ട് നടത്തും എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് നിക്ഷേപകരെ നയിക്കുന്നുണ്ട്. അത്തരത്തിൽ US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ പ്രിയ, നമ്മളെ കഴിഞ്ഞ 5-6 സെഷൻസ് ആയിട്ട് നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിലും നാസ്ഡാക്കിലും റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഡൗ ജോൺസ് ഇൻഡെക്സിൻ്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 40,000 പോയിൻറ്റ്സ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ആസ് എ സപ്പോർട്ട് നമ്മളിപ്പോൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ടത് 39,200 പോയിൻറ്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ സെല്ലിംഗ് പ്രഷർ എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ഇൻ ദ കേസ് ഓഫ് നാസ്ഡാക്ക് സിമിലർ, വീണ്ടും ഷോർട്ട് കവറിംഗ് ആയിരുന്നു നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. ബട്ട് വളരെ സ്ട്രോങ് ഒരു ക്ലോസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. നാസ്ഡാക്ക് ഇൻഡെക്സിൻ്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 19,600. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. അതോടൊപ്പം കമ്മോഡിറ്റി മാർക്കറ്റ്സിന്റെ അപ്ഡേറ്റ്സ് കൂടി ചോദിക്കുകയാണ്. ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ച ഒരു മുന്നേറ്റം കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്രൂഡിന് സാധിച്ചിട്ടുണ്ട്. നിലവിലും ബാരലിന് $81 മുകളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. WTI ക്രൂഡിനെ സംബന്ധിച്ചും ബാരലിന് 78.75 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിൽ സാറിന്റെ റിവ്യൂ എന്താണ്? ക്രൂഡ് അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. കഴിഞ്ഞ 6 സെഷൻസിൽ നമുക്ക് നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ. ഇനി വരുന്ന സെൽ ഓഫിൽ WTI ക്രൂഡിന് $76 സപ്പോർട്ട് ലെവൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. 76 സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു സീ എ റിക്കവറി ഇൻ ക്രൂഡ് ഓയിൽ. ഗോൾഡിൽ ഇന്നിപ്പോൾ ട്രൈ ഔൺസിന് 2,460.46 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ഡെറിവേറ്റീവ്സിൽ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണം വീണ്ടും അതിൻ്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ $2,522 അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് വേണം പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഒരു സ്ട്രിക്റ്റ് ആയിട്ട് $2,495 ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് കറണ്ട് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ 200ഓളം പോയിന്റിന്റെ ഒരു ഇടിവോട് കൂടിയിട്ടാണ് അവസാന നിമിഷം വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞൊരു ഇൻട്രാഡേ ലോ പരിശോധിക്കുമ്പോൾ 24,116 എന്ന റേഞ്ചിലേക്ക് താഴ്ന്നൊരു സ്ഥിതിവിശേഷം നിഫ്റ്റിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ആഗോള വിപണികളിൽ അല്ലെങ്കിൽ ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നൽകുന്നുണ്ട്. നിഫ്റ്റിയും ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നിഫ്റ്റി 50യുടെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ഷോർട്ട് ടേമിൽ ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 24,100 പോയിന്റ്. ആ ഒരു സപ്പോർട്ടിന് താഴെ ക്ലോസ് ചെയ്താൽ മാത്രം നമുക്ക് വീണ്ടും ഒരു സെൽ ഓഫ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കും. ആസ് എ റെസിസ്റ്റൻസ് നമ്മളിപ്പോൾ നിഫ്റ്റി 50യുടെ കേസിൽ ശ്രദ്ധിച്ചിരിക്കുന്നത് 24,500 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 300 പോയിന്റ്സിൻ്റെ നേട്ടം നിഫ്റ്റി 50യിൽ എക്സ്പെക്ട് ചെയ്യാം. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് 746 പോയിന്റിന്റെ ഒരു ഇടിവാണ് അവസാന നിമിഷം രേഖപ്പെടുത്തിയത്. 49,831 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞൊരു ഇൻട്രാഡേ ലോ പരിശോധിക്കുമ്പോൾ 49,785 എന്ന റേഞ്ചിലേക്ക് അവസാന നിമിഷങ്ങളിൽ താഴ്ന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും HDFC ബാങ്ക് അടക്കമുള്ള ഹെവി വെയിറ്റുകളൊക്കെ തന്നെ കനത്ത ഒരു സെൽ ഓഫ് കഴിഞ്ഞ സെഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? അതോടൊപ്പം തന്നെ HDFC ബാങ്ക് അടക്കമുള്ള ബാങ്കിങ് ഓഹരികൾ നമ്മൾ ഇനി സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്താണ്? പ്രിയ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഏറ്റവും പ്രധാന റീസൺ ഫോർ ദറ്റ് സെൽ ഓഫ് വാസ് HDFC ബാങ്കിലെ കണ്ട സെല്ലിംഗ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി HDFC ബാങ്കിൻ്റെ കേസിൽ നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ഒരു വീക്ക് ക്ലോസ് ആയിരുന്നു നൽകിയത്. HDFC ബാങ്കിൻ്റെ കേസിൽ അറ്റ് ദിസ് മൊമെൻറ്റ് നമ്മളൊരു ട്രേഡിംഗ് പൊസിഷൻ കൈവശം ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ തന്നെ ശ്രമിക്കണം.
എസ്പെഷ്യലി HDFC ബാങ്കിൻ്റെ കേസിൽ 1585 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ ഒരു ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്ത് തിരിച്ച് ബുള്ളിഷ്നെസ്സിലോട്ട് HDFC ബാങ്ക് വരണമെങ്കിൽ 1660 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഇൻ ദ കേസ് ഓഫ് ദ ബാങ്ക് നിഫ്റ്റി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ഏരിയ 49,600 പോയിൻറ്റ്സ് ഏരിയ 49,600 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ യു ക്യാൻ എക്സ്പെക്ട് എ ബിഗ് സെൽ ഓഫ്. ആൻഡ് ആസ് എ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 50,900 പോയിൻറ്റ്സ്. യെസ്, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ ഹീറോ മോട്ടോകോപ്പിന്റെ റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 36% ഒരു മുന്നേറ്റമാണ് പ്രോഫിറ്റിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനത്തിലും 16% മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഹീറോ മോട്ടോകോപ്പിന്റെ റിസൾട്ടുകൾ സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസിന് ഇൻലൈൻ ആയിട്ട് തന്നെയായിരുന്നു. ഹീറോ മോട്ടോകോപ്പിനെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഹീറോ മോട്ടോഴ്സ് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ റേഡാറിൽ അധികം ഇല്ലാത്തൊരു സ്റ്റോക്ക്, ഈവൻ ദോ ഫൈനാൻഷ്യലി ഇറ്റ് ഹസ് ബീൻ എ എക്സലൻറ്റ് പെർഫോമൻസ്. ബട്ട് ഹീറോ മോട്ടോഴ്സിൻ്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ജൂൺ മാസത്തിന് ശേഷം ഒരു സെല്ലിംഗ് പ്രഷർ, പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന് 2 മേജർ സപ്പോർട്ട്സാണ് കാണുന്നത്. ഏറ്റവും മുഖ്യമായിട്ടുള്ള ജൂൺ 4 നമുക്ക് നൽകിയ 44,900 ആൻഡ് കുറേ കൂടെ അതിന് തൊട്ട് മുൻപിലുള്ളൊരു സപ്പോർട്ട് ഏരിയ 5,100 രൂപയിലാണ്. സോ 5,100 ആയിരിക്കാം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ തിരിച്ചൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് എടുക്കാൻ സാധിക്കണമെങ്കിൽ 5,450 റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. അതോടൊപ്പം വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ റിലീസ് ചെയ്തത് അപ്പോളോ ഹോസ്പിറ്റൽസ് ആയിരുന്നു. അപ്പോളോ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ച 82% ഒരു വർധനവ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുമാനവും 16% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? So Apollo Hospitals financials have been excellent and long term and short term trend രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഇന്നലെ നമുക്ക് ഈ റിസൾട്ടിൻ്റെ ഒരു ബേസിസിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. അടുത്ത മേജർ റെസിസ്റ്റൻസ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 6,680. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ 6,800 വിൽ ബി ദ നെക്സ്റ്റ് റെസിസ്റ്റൻസ്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിൻ്റെ ഒരു ട്രെൻഡ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ 6,350 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല അത് സംഭവിക്കുന്നു. അതോടൊപ്പം ന്യൂ ഏജ് കമ്പനിയായ നൈക്കയെ സംബന്ധിച്ച് അവരുടെ നമ്പേഴ്സ് പരിശോധിക്കുകയാണെങ്കിലും 151% മുന്നേറ്റം പ്രോഫിറ്റിൽ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ 13 കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. വരുമാനവും 23% ഒരു മുന്നേറ്റം കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിച്ച് മീൻസ് ഓരോ ക്വാർട്ടേഴ്സ് കഴിയുമ്പോഴും ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ നൈക്കയ്ക്ക് സാധിക്കുന്നുണ്ട്. നൈക്കയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ഇപ്പോൾ നമുക്ക് നൈക്കയിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? നൈക്കയുടെ നമ്മൾ കഴിഞ്ഞ ഒരു 1-1.5 മാസത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 4 ശേഷം ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്ക് നൈക്ക. ബട്ട് കഴിഞ്ഞ ഒരു 1 വീക്കിൽ ദേഴ്സ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. നൈക്കയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ഏരിയ ബിറ്റ്വീൻ 175 ആൻഡ് 180. ആ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. പുതിയ ലോങ് പൊസിഷൻ ഇന്നത്തെ വ്യാപാരത്തിൽ നമുക്ക് എടുക്കണമെങ്കിൽ 195 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. മണപ്പുറം ഫിനാൻസ് ആണ് റിസൾട്ട് റിലീസ് ചെയ്ത മറ്റൊരു കമ്പനി. പ്രോഫിറ്റിനെ സംബന്ധിച്ച് 12% നേട്ടവും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പരിശോധിക്കുമ്പോൾ 19% മുന്നേറ്റവും മണപ്പുറം ഫിനാൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മണപ്പുറം ഫിനാൻസിലുള്ള സാറിൻ്റെ റിവ്യൂ എന്താണ്? മണപ്പുറം ഫിനാൻസ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇന്നലെ റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 198 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നത്തെ ട്രേഡിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 214 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചും 11% മുന്നേറ്റമാണ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. വരുമാനം പരിശോധിക്കുമ്പോഴും 21% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച് സാറിൻ്റെ റിവ്യൂ എന്താണ്? മുത്തൂറ്റ് ഫിനാൻസ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു സൈഡ് വേസ് ട്രെൻഡ് ഷോർട്ട് ടേമിൽ കാണിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ഈ സ്റ്റോക്കിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 1,900 രൂപയിലാണ്. ആൻഡ് കറൻ്റ്ലി നമ്മുടെ കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1,830 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല.
SJVN ആണ് റിസൾട്ട് റിലീസ് ചെയ്ത മറ്റൊരു കമ്പനി. SJVനെ കുറിച്ച് നമ്മൾ പല തവണ ആയിട്ട് ഈ മാർക്കറ്റ് പ്ലസിന്റെ സെഷനുകളിൽ സംസാരിച്ചിട്ടുണ്ട്. SJVN റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് 32% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുമാനം ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് തന്നെയാണ് SJVN രേഖപ്പെടുത്തിയിരിക്കുന്നത്. SJVനെ സംബന്ധിച്ച് സാറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? SJVN ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന് ഒരു മേജർ സപ്പോർട്ട് കാണുന്നത് 120, മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 160 രൂപയും. സോ ബിറ്റ്വീൻ 120 ആൻഡ് 160 ഇറ്റ് വിൽ ബി എ ട്രേഡിംഗ് റേഞ്ച്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ, എക്സലൻറ്റ് റിസൾട്ട്സ്. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 145 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം നസാര ടെക്നോളജീസിനെ സംബന്ധിച്ച് കമ്പനിയുടെ പ്രോഫിറ്റിൽ 13% ഒരു വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. ഇത്തവണ 23 കോടി രൂപയായിട്ട് അറ്റ ലാഭം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വരുമാനത്തിനെ സംബന്ധിച്ച് വളരെ മാർജിനൽ ആയിട്ടൊരു ഡിക്ലൈൻ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1.5% ഒരു ഇടിവ് ഇത്തവണ വരുമാനത്തിൽ രേഖപ്പെടുത്തി. നസാര ടെക്നോളജിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? നസാര ടെക്നോളജി അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസമായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ കൈവശം ഉണ്ടെങ്കിൽ 890 റുപ്പീസിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ 983 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 983 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 1000 രൂപയിലും, അതിനെ തുടർന്ന് 1050, അതിനെ തുടർന്ന് 1100 ആയിരിക്കും. പ്രേക്ഷകരെ ക്വരീസ് അഡ്രസ്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് NBCCയുടെ റിസൾട്ടുകൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രോഫിറ്റ് 39% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുമാനവും 12% നേട്ടം തന്നെയാണ് കമ്പനി രേഖപ്പെടുത്തിയത്. NBCCയിലുള്ള സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? NBCC ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 177 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അവസാനമായിട്ടൊരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വേദാന്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യൂ ആണ്. വേദാന്തയെ സംബന്ധിച്ച് വേദാന്ത ഇപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ ഓഹരികൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. 2.6% സ്റ്റേക്ക് ഇപ്പോൾ അവർ ഓഫർ ഫോർ സെയിൽ വഴി വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. പൊതുവെ സാറിന് അത്ര ഫേവറബിൾ അല്ലാത്തൊരു സ്റ്റോക്ക് കൂടിയാണ് വേദാന്ത എന്ന് പറയുന്നത്. സോ വേദാന്തയുടെ ഈ ഒരു ഓഫർ ഫോർ സെയിലിൽ ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ ഓഹരികൾ കൈവശമുള്ള ആളുകൾ പങ്കെടുക്കുന്നതിനെ കുറിച്ചുള്ള സാഗറിന്റെ ഒരു വ്യൂ എന്താണ്? പ്രിയ പറഞ്ഞാൽ വളരെ ശരിയാണ്. എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്ക് ലിസ്റ്റിൽ പെടാത്തൊരു സ്റ്റോക്കാണ് വേദാന്ത. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് ഒത്തിരി കടങ്ങളുണ്ട്. ആൻഡ് ഐ എം നോട്ട് വെരി ഹാപ്പി വിത്ത് ദ ഫൈനാൻഷ്യൽസ് ഓഫ് ദ കമ്പനി. ആൻഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേദാന്തയിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 398 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് ടേം ട്രേഡിങ്ങിന് നമുക്കൊരു പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 465 റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. സർ, അതോടൊപ്പം ഹിൻഡാൽകോയെ സംബന്ധിച്ച സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഹിൻഡാൽകോ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് സപ്പോർട്ട് കാണുന്നത് 600 രൂപയിൽ. 600ൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഒരു ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. പ്രേക്ഷകരെ ക്വരീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ഒരു തോമസ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് RVNL-മായി ബന്ധപ്പെട്ട വ്യൂ തന്നെയാണ്. RVNL-നെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ ഒരു ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 569 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. RVNL, ടെക്സ്മാക്കോ, IRFC, ഇർക്കോൺ മുതലായ റെയിൽ സ്റ്റോക്സിലൊക്കെ അണ്ടർടോൺ തിരിച്ചും ബുള്ളിഷ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ നമുക്കൊരു ഏർലി ട്രേഡിൽ നമുക്കൊരു നേട്ടം കാണാൻ സാധിച്ചെങ്കിലും ആ ഗെയിൻസ് ഒന്നും നിലനിർത്താൻ ഒരു റെയിൽവേ സ്റ്റോക്കിനും സാധിച്ചില്ലായിരുന്നു. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 603 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കണം. RVNL 603 റെസിസ്റ്റൻസിലെ മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ RVNL-ൻ്റെ കേസിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. ഓൾറെഡി കൈവശം ഉണ്ടെങ്കിൽ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 509 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നിഖിൽ എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നാഷണൽ അലുമിനിയവുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്, നാൽക്കോയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. 2% ഇടിവിൽ 169 രൂപയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. നമ്മൾ നേരത്തെ ഹിൻഡാൽകോയെ കുറിച്ച് സംസാരിച്ചിരുന്നു. സിമിലർ പാറ്റേൺ നമുക്ക് നാൽക്കോയിലും കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്.
കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ സപ്പോർട്ട് 168, അതിനെ തുടർന്ന് 158. ഈ രണ്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ മൊമെൻറ്റ് കാണാൻ സാധിക്കുന്നില്ല. വേറൊരു പ്രേക്ഷകൻ പട്ടേൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 4% ഇടിവിൽ 52 രൂപയിലായിരുന്നു ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി പട്ടേൽ എഞ്ചിനീയറിംഗ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വൈൻഡ് ഇറ്റ് അപ്പ്. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് 64 രൂപയെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. വേറൊരു പ്രേക്ഷകൻ സെറ സാനിറ്ററി വെയർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സെഷനിൽ 4% ഒരു ഇടിവ് ഈ ഒരു സ്റ്റോക്ക് പ്രകടമാക്കിയിട്ടുണ്ട്. സെറ സാനിറ്ററി വെയർ ജൂൺ 4 ശേഷം ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്കായിരുന്നു സെറ. ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി സ്ട്രോങ്ലി ബുള്ളിഷ്. ആൻഡ് കഴിഞ്ഞ 4-5 സെഷൻസിൻ്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ അടുത്തൊരു മേജർ സപ്പോർട്ട് കാണുന്നത് 9200 മുതൽ 9400. ആ ഒരു റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. വേറൊരു പ്രേക്ഷകൻ ലോയ്ഡ്സ് എഞ്ചിനീയറിംഗ് വർക്ക്സുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 0.33% നേട്ടത്തിൽ 78 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ലോയ്ഡ്സ് എഞ്ചിനീയറിംഗ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 74 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ഇതിലൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 84ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സിന്ധു എന്ന പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് അദാനി വിൽമറിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 2.5% ഒരു ഇടിവ് അദാനി വിൽമർ രേഖപ്പെടുത്തിയിരുന്നു. അഡാനി വിൽമ, അഡാനി എനർജി സൊല്യൂഷൻ, ഈ രണ്ട് അഡാനി സ്റ്റോക്സിൽ നമുക്ക് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ നമുക്ക് നല്ല നേട്ടം നൽകിയതിന് ശേഷം വി ആർ സീയിങ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് അഡാനി വിൽമറിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 350. ആ ഒരു റേഞ്ചിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ഈ സ്റ്റോക്കിൻ്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറണമെങ്കിൽ 330ൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഒരു പ്രേക്ഷകൻ JTL ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. 2.5% ഇടിവിൽ കഴിഞ്ഞ സെഷനിൽ 209 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. JTL is a small cap stock and unfortunately long and short term ട്രെൻഡിൽ ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വൈൻഡ് അപ്പ് ദ ലോങ് പൊസിഷൻ. പുതിയ പൊസിഷൻസ് ഒന്നും തന്നെ കറണ്ട് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് പേടിഎമ്മിലുള്ള വ്യൂ ആണ്. പേടിഎമ്മിനെ സംബന്ധിച്ച് 1.5% നഷ്ടത്തിൽ 506 രൂപയിലാണ് കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തത്. പേടിഎമ്മിൻ്റെ കേസിൽ മെയ് മാസത്തിന് ശേഷം നമുക്കൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. പ്യുവർ സ്പെക്കുലേഷൻ. കാര്യം ഈ കമ്പനിയുടെ പ്രോബ്ലംസ് ഒന്നും തന്നെ ഈ പ്രോബ്ലംസിൽ നിന്ന് കമ്പനി പുറത്തോട്ട് വന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ബട്ട് പ്യുവർ ട്രേഡിങ്ങിന് വേണ്ടി നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 540ൻ്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 540ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 10% ഗെയിൻ നമുക്ക് ഈ സ്റ്റോക്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 478 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരു പ്രേക്ഷകൻ ബൊറോസിൽ റിന്യൂവബിൾസുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. 2% നഷ്ടത്തിൽ 497 രൂപയിലാണ് കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തത്. ബൊറോസിൽ റിന്യൂവബിൾ അഗെയിൻ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇതിൻ്റെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 480 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 525ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 525ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 540, ദെൻ 570 ആൻഡ് ദെൻ 590. ശോഭയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 0.5% ഇടിവിൽ 1696 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ശോഭ ഡെവലപ്പേഴ്സ് ജൂൺ മാസം 2200 രൂപയുടെ ഒരു ഹയസ്റ്റ് ലെവൽ എത്തിയതിനു ശേഷം ഇറ്റ്സ് അണ്ടർഗോയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ഈ സ്റ്റോക്കിൻ്റെ ഒരു മേജർ സപ്പോർട്ട് കാണുന്നത് 1490 രൂപ. അവിടെ ആയിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 1850ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക.
മറ്റൊരു പ്രേക്ഷകൻ സിർമ SGS ടെക്നോളജീസുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 402 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. Sirma SGS ടെക്നോളജി വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 378 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അണ്ടർ ടോൺ ഇസ് വെരി ബെയറിഷ്. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. വേറൊരു പ്രേക്ഷകൻ EIH ഹോട്ടൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 456 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. EIH കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 500 രൂപയിൽ ഒരു ഹൈ ലെവൽ കാണിച്ചതിന് ശേഷം ഇറ്റ് ഹസ് ബീൻ അണ്ടർഗോയിങ് സെല്ലിംഗ് പ്രഷർ ആൻഡ് ഗ്രാജുവലായിട്ട് ഇത് വീക്കൻ ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇതിൻ്റെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ബെസ്റ്റ് സ്ട്രാറ്റജി വിൽ ബി ടു ക്ലോസ് ദ ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ കറണ്ട് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ്, ഒപ്പം IDBI ബാങ്കിന്റെ വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. 2.5% ഇടിവിൽ 93 രൂപയിലായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. സോ IDBI ബാങ്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ജൂലൈ മാസത്തിൽ ഈ സ്റ്റോക്കിൽ വലിയൊരു നേട്ടത്തിന് ശേഷം ഇറ്റ് ഈസ് അണ്ടർഗോയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ഈ സ്റ്റോക്കിന് 90 രൂപ. 90 രൂപയിൽ അതിൻ്റെ ആ സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 100 രൂപ, അതിനുശേഷം 105, അതിനുശേഷം 110. ഒരു പ്രേക്ഷകൻ വണ്ടർലയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. വണ്ടർലയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 2.5% ഇടിവിൽ 786 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. വണ്ടർല അഗെയിൻ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി മാർച്ച് മാസത്തിൽ 1100 രൂപയിൽ ഇത് പീക്കിംഗ് ഔട്ട് നടത്തിയതിന് ശേഷം ഇറ്റ് ഈസ് അണ്ടർഗോയിങ് എ ലോട്ട് ഓഫ് കറക്ഷൻ സെല്ലിംഗ് പ്രഷർ. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വൈൻഡ് അപ്പ് ദ ലോങ് പൊസിഷൻ. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഒരു പ്രേക്ഷകൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷൻ 92 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഷിപ്പിംഗ് കോർപ്പറേഷൻ ജൂലൈ മാസത്തിൽ 382 രൂപയിൽ ഒരു പീക്കിംഗ് നടത്തിയതിന് ശേഷം ഇറ്റ് ഈസ് അണ്ടർഗോയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ അല്പം വീക്ക്നെസ് കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 247 രൂപ. ഈ ഒരു ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു റിവേഴ്സൽ കാണണമെങ്കിൽ 290 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. IFCIയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 3% ഇടിവ് കഴിഞ്ഞ സെഷനിൽ ഈ ഒരു സ്റ്റോക്ക് പ്രകടമാക്കിയിരുന്നു. IFCI ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ഷോർട്ട് ടേമിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നു വരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 61 രൂപ 50 പൈസ. ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കണമെങ്കിൽ 77 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 77 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇസ് 80, അതിനുശേഷം 85, അതിനുശേഷം 90. ഒരു പ്രേക്ഷകൻ ഷാൽബിയുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഷാൽബിയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 2%-ലധികം ഇടിവ് പ്രകടമാക്കിയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഷാൽബി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഇറ്റ്സ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ ഇന്ന് നമ്മൾ ഒത്തിരി സ്മോൾ ക്യാപ് സ്റ്റോക്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സ്മോൾ ക്യാപ് സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും അതിൻ്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു ബെയറിഷ്നെസ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ സ്മോൾ ക്യാപ് സ്റ്റോക്സ് ഉണ്ടെങ്കിൽ. യെസ്, ഒരു പ്രേക്ഷകൻ ബോംബെ ബർമ ട്രേഡിംഗ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 3% ഇടിവിൽ 2242 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. So Bombay Burma again is a mid-cap stock. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് ഈ സ്റ്റോക്കിന് 2400 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2070 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് കറണ്ട് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിലുള്ള ലോങ് ടേം വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 1.5% ഇടിവ് പ്രകടമാക്കിയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിൻ്റെ ഒരു മേജർ സപ്പോർട്ട് 24 രൂപയിലാണ് കാണുന്നത്. അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. ലെറ്റ് us വെയിറ്റ് ഫോർ ദ സ്റ്റോക്ക് ടു സെറ്റിൽ ഡൗൺ. മറ്റൊരു പ്രേക്ഷകൻ നോവ അഗ്രിടെക്കുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിരിക്കുന്നത്. 2% ഇടിവിൽ 78 രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. നോവ അഗ്രിടെക് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഒരു വലിയ കറക്ഷൻ ജൂൺ മാസം വരെ ഈ സ്റ്റോക്ക് നേരിട്ടിരുന്നു. സിൻസ് ജൂൺ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അറ്റ് ദ മൊമെൻറ്റ്
കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 75 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 85ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഏതായാലും നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. നമുക്കറിയാം നാളെ ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് മാർക്കറ്റ് അവധിയാണ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനുമായിട്ട് വെള്ളിയാഴ്ച കാണാം. അതുവരേക്കും നന്ദി.